എനിക്ക് ഉറപ്പില്ല. സ്വർഗം ഒരു വെളിപ്പാടകലെ എന്ന വിഷയത്തിലോട്ട് ഞാൻ കടക്കുകയാണ്. പ്രൗഢഗംഭീരമായ പ്രഭാഷണ വേദി, പതിനായിരക്കണക്കിന് ആളുകൾ പ്രഭാഷകന്റെ മധുര ഗരിമയോടുള്ള പ്രഭാഷണം കേൾക്കാൻ സാഗൂതം സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിൽ മഹാനായ ഒരു സൂഫി വര്യൻ വിശുദ്ധമായ സ്വർഗത്തിന്റെ അവാച്യമായ അനുഭൂതികളെ അനുവാദക മനസ്സുകളിൽ ഒരു ആത്മീയ സാന്നിധ്യം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാസ്മരീക പ്രഭാഷണത്തിന്റെ ഉടമയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന സൂറത്തുൽ വാഖിയെ ആധാരമാക്കി വിശുദ്ധമായ സ്വർഗത്തിന്റെ സ്വപ്ന സൗധത്തെ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിന് അനിവാര്യമായ അതിർവരങ്ങളില്ലാത്ത അത്ഭുതങ്ങളുടെ കലവറകൾ പറയുമ്പോൾ സ്വർഗീയ ഹൂരികളും സ്വർഗക്കട്ടിലുകളും സ്വർണ്ണപാനീയങ്ങളും സ്വർഗ സരസ്സുകളും സ്വർഗരമ്യഹർമ്മങ്ങളും അനുവാദക മനസ്സിൽ അവർ സ്വർഗം മുമ്പിൽ കാണുന്നത് പോലെ പ്രഭാഷണത്തിൽ ലയിച്ചിരിക്കുമ്പോ നാളെ മരണശേഷം കിട്ടുന്ന സ്വർഗമെന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ അനുഗ്രഹത്തെ വല്ലാതെ ആഗ്രഹിച്ചു പോയ വൃദ്ധനായ ഒരു മനുഷ്യൻ ഇതേപോലൊരു സദസ്സിൽ സ്വർഗത്തെ കുറിച്ച് പ്രഭാഷണം നടത്തിയ പ്രഭാഷകനോട് എഴുന്നേറ്റ് നിന്ന് വിളിച്ചു ചോദിച്ചു അത്രേ, തന്റെ ആവേശ തള്ളിച്ചയുടെ ഇടയിൽ മഹാനവറുകളെ, ഈ സ്വർഗം എവിടെയാണ്? നിങ്ങൾ ഈ പറയുന്ന സ്വർഗം എവിടെയാണ്? സ്വർഗം കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്കിപ്പോൾ തന്നെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തണം. ആ സ്വർഗത്തിന്റെ അനുഗ്രഹം എനിക്ക് ആസ്വദിക്കണം. അതുകൊണ്ട് നമ്മുടെ അടുക്കൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് ആഗ്രഹത്തോടെ ഒരു മനുഷ്യന് പ്രഭാഷണത്തിന്റെ നടുവിൽ നിന്ന് എഴുന്നേറ്റ് ചോദിക്കുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നുപോയ ഒരു പ്രഭാഷണ വേദിയെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. സ്വർഗം കിട്ടാനുള്ള ആഗ്രഹത്തോടെ തന്നെ മുമ്പിൽ വല്ലാത്ത വികാര തള്ളിയത്തോടെ ചോദിച്ച ആ വയസ്സായ മനുഷ്യനോട് പ്രഭാഷകൻ പെട്ടെന്ന് തന്നെ പ്രത്യുത്തരം പറഞ്ഞു അത്രേ, സ്വർഗം നമ്മുടെ വെളിപ്പാടകലയാ. സ്വർഗം ഒരു വെളിപ്പാടകലയാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന സ്ഥലത്താണ് നമ്മുടെ സ്വർഗമുള്ളത്. ഞാൻ എന്റെ ശീർഷകത്തിന് ഈ സംഭവം കൊണ്ട് അടിവരയിടുകയാണ്. അദ്ദേഹം പറഞ്ഞു, സ്വർഗം ബഹുകാലം അകലെയല്ല, ബഹുദൂരം അകലെയല്ല. നാം ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വർഗം നമ്മുടെ ഒരു വെളിപ്പാടകലെ സ്വർഗത്തിലേക്കുള്ള ദൂരം ദോ കദം കീ രാസ്താ ഹേ, രണ്ട് കാലടി ദൂരമേ സ്വർഗത്തിലേ ഉള്ളൂ എന്ന മഹാനായ മനുഷ്യൻ ആ സദസ്സിനോട് മറുപടി പറഞ്ഞു അത്രേ. സ്വർഗത്തിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് ചോദിച്ച ആളോട് മഹാനായ ആ മനുഷ്യന്റെ മറുപടി, സ്വർഗം നമ്മുടെ തൊട്ടു മുമ്പില. ഞാൻ എന്റെ ഈ ശീർഷകത്തിന് അടിവരയിടുകയാണ്, സ്വർഗം ഒരു വെളിപ്പാടകല. ഇത് വെളിപ്പാടകല പോലെയുമല്ല, രണ്ട് കാലടി ദൂരമേ സ്വർഗത്തിലേക്കുള്ളൂ. ആ സദസ്സ് മുഴുവനും അമ്പരന്ന് പോയി. ഇത്രയും പ്രവിശാലമായ സ്വർഗം ഒരു കാലെടുത്ത് മറ്റേ കാല് വെച്ചാൽ സ്വർഗത്തിൽ ചവിട്ടാൻ കഴിയുമെങ്കിൽ ആ മഹാനായ മനുഷ്യൻ പറഞ്ഞു അത്രേ, ഒരു കാലെടുത്ത് ചവിട്ടി രണ്ടാമത്തെ കാലെടുത്ത് വെക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കാ. സദസ്സ് മുഴുവനും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ നിങ്ങളോട് പറയുകയാണ്, സ്വർഗം നമ്മുടെ കാൽച്ചുവട്ടില്ല. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അത് കൊള്ളാം. ഇതിപ്പോ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് കയ്യിൽ തരാന്ന് പറഞ്ഞിട്ട് ആമീൻ പറയാത്തൊരു കൗമ ലോകത്ത് ഏതെങ്കിലും ഉണ്ടാവും? സ്വർഗം നിങ്ങളുടെ കാൽച്ചുവട്ടിലുണ്ട് എന്ന് പറയുമ്പോ ആമീൻ പറയാത്തൊരു കൗമിനോട് ഇനിയിപ്പോ എന്ത് വന്ന പറയും? സ്വർഗം നിങ്ങളുടെ കാൽച്ചുവട്ടിലുണ്ട് ചെറുപ്പക്കാര. ഇത് വെറുതെയുള്ള വാക്കല്ല, ഇത് റമദാൻ പ്രഭാഷണമാണ്. സ്വർഗം നിന്റെ ഇടത്തെ കാലുകൊണ്ട് ചവിട്ടി വെക്കുന്നത് സ്വർഗത്തിലേക്ക്. അല്ലാഹു നമ്മളവിടെ എത്തിക്കട്ടെ. അല്ലാഹു നമ്മളവിടെ എത്തിക്കട്ടെ. എത്താൻ വേറെ യാതൊരുവിധ പ്രശ്നവുമില്ല. ആ മഹാനായ മനുഷ്യൻ പറഞ്ഞു, സ്വർഗം നിന്റെ കാൽപ്പാടകലെയാണ്, രണ്ട് കാലിന്റെ അടിയിലാണ് സ്വർഗമെന്ന് ആ മഹാനായ മനുഷ്യൻ പറഞ്ഞതായി ചരിത്രം രേഖപ്പെടുത്തുമ്പോ നമ്മുടെ ആ കാൽച്ചുവട്ടിലെ സ്വർഗത്തിലേക്ക് നമുക്ക് കടന്നു പോകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. അല്ലാഹു നമ്മുടെ കാൽച്ചുവട്ടിലുള്ള സ്വർഗത്തിൽ കാലെടുത്ത് വെച്ച് ദുആ ചെയ്ത് ഇന്നിവിടെ നിന്ന് പിരിഞ്ഞ്
റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്ന് അവിടെ എത്തി പരസ്പരം കണ്ടാൽ അഭിവാദ്യം ചെയ്യുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു നാം ഇവരെയും ഉൾപ്പെടുത്തട്ടെ. അത് പറയുന്നതിന് മുമ്പ് ഈ കാൽപ്പാടത്തിന്റെ അടിയിലുള്ള സ്വർഗം ഏതാന്ന് പറയുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ജോലി മറ്റൊന്നുമല്ല. ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് താഴേക്കോട് എന്റെ സുഹൃത്ത് സിദ്ദീഖ് വഴിയോരത്തിന്റെ റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്തുള്ള മൈതാന മധ്യത്ത് നടന്ന ഒരു പ്രഭാഷണമുണ്ട്. മനുഷ്യൻ മഹാത്മാവിന്റെ മായാജാലം. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെ മുഴുവനും ഖുർആന്റെ വെളിച്ചത്തിൽ സംസാരിച്ച, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവം, ഹൃദയം, നാവ്, മൂക്ക്, വൃക്ക, ഇങ്ങനെ ഓരോ അവയവങ്ങളും ഖുർആന്റെ വെളിച്ചത്തിൽ സംസാരിച്ച ഒരു പ്രഭാഷണം, മനുഷ്യൻ മഹാത്മാവിന്റെ മഹാത്ഭുതം എന്ന ആ വിഷയത്തിന്റെ CD ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യപ്പെടും. ബഹുമാന്യനായ ആദരണീയനായ സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ ഇൻഷാ അല്ലാഹ് ആ CD എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, നമ്മുടെ ബഹുമാനനായ അഡ്വക്കറ്റ് നാലകത്ത് സുഫി സാഹിബുണ്ട്, ബഹുമാനരായ സയ്യിദന്മാരുണ്ട്, അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് ആ പ്രഭാഷണ സദസ്സിന്റെ ജനറൽ കൺവീനറായിരുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ ട്രഷററും നമ്മുടെ മിനിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സ്പെഷ്യൽ PS കൂടിയുമായ AK മുസ്തഫ സാഹിബിന് നൽകി. അതിന്റെ പ്രധാനപ്പെട്ട സംഘാടകരുടെ സാന്നിധ്യത്തിൽ സിദ്ദീഖ് വഴിയോരം, മഹാന്മാരായ സയ്യിദന്മാരുടെ സാന്നിധ്യത്തിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ ആ CD പ്രകാശനം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പ്രഭാഷണം നടക്കുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വളരെ പ്രധാനപ്പെട്ട ചില ശാസ്ത്രീയ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യ ശരീരത്തെ കുറിച്ച് പ്രസംഗിച്ച ഒരു പ്രഭാഷണമാണ്. ധാരാളം കണ്ടെത്തലുകൾക്കും ചിന്തകൾക്കും ആ വിഷയം വഴിവെക്കും എന്ന് ഞാൻ കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആ പ്രഭാഷണ CD പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ, പാണക്കാട് തറവാട്ടിന്റെ പിൻഗാമി ബഹുമാന്യനായ സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാന്യനായ AK മുസ്തഫ സാഹിബിനെയും നിറസാന്നിധ്യമായി ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കറ്റ് നാലകത്ത് സുഫി സാഹിബിനെയും ബഹുമാന്യനായ എന്റെ സുഹൃത്ത് ഇബ്രാഹിം ഹാജി, ബഹുമാന്യനായ സയ്യിദന്മാർ എല്ലാവരുടെയും സാന്നിധ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് CD പ്രകാശനം നടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനനായ മൊയ്ൻ അലി ശിഹാബ് തങ്ങളെയൊക്കെ മുസ്തഫ സാഹിബിന് നൽകിയ CD പ്രകാശനം നിർവഹിക്കുന്നു. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രഭാഷണം അവിടെ നടത്തി അതിന്റെ പ്രവർത്തകർക്കും അതിനുവേണ്ടി സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും അന്നവിടെ ദുആയിൽ എത്തിച്ചേർന്നവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ CD വളരെ ഭംഗിയായി വിഷ്വലോടുകൂടി എഡിറ്റ് ചെയ്ത കബലാസുറയുടെ MD പ്രിയപ്പെട്ട അബ്ദുള്ള, അല്ലാഹു അതിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്ഥാപനത്തെ അല്ലാഹു അവസാനം വരെ നിലനിർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വിഷയത്തിലോട്ട് മഹാനായ ആ മനുഷ്യൻ എവിടെയാണ് സ്വർഗം, എത്ര ദൂരമുണ്ട് സ്വർഗത്തിലേക്ക് അന്വേഷിച്ച ആ പ്രേക്ഷകനോട്, ശ്രോതാവിനോട് പറഞ്ഞ മറുപടി, സ്വർഗം നിന്റെ തൊട്ടുവെളിപ്പാടകനെയാ ദൂർക്കതം ഈ രാസ്താഹെ, 2 കാലടിപ്പാദത്തിന്റെ അകലമേ സ്വർഗത്തിലേക്കുള്ളൂ. ആ സദസ് മുഴുവനും അത്ഭുത സ്തബ്ധരായി നിൽക്കുമ്പോ താൻ പറഞ്ഞ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പോത്രേ, 2 കാലടി ദൂരമേ സ്വർഗത്തിലേക്കുള്ളൂ എന്ന് പറഞ്ഞാൽ 1 കാലെടുത്ത് നീ ചവിട്ടി മറ്റേ കാലെടുത്ത് വെക്കുന്നത് പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്കാന്ന് പറഞ്ഞ്
അദ്ദേഹം പറയുകയാ, പക്ഷേ ആദ്യത്തെ കാലെടുത്ത് നീ വെക്കേണ്ടത് എവിടെയാ? പകലി കദം അപ്നി നഫ്സ് പർ, ദുസ്രി കദം ഖുദാ കി ജന്നത്ത് പർ. നിന്റെ കാലെടുത്ത് ആദ്യമായി നിന്റെ ശരീരത്തിന്റെ മോഹങ്ങളുടെ, ആഗ്രഹങ്ങളുടെ, ദുരാഗ്രഹങ്ങളുടെ, അത്യാഗ്രഹങ്ങളുടെ മുകളിലേക്ക് ചവിട്ടി താഴ്ത്തുക. നിന്റെ ശരീരം എന്ന നിന്റെ നഫ്സെന്ന നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ശത്രുവിനെ നിന്റെ ഇടത്തെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തിയിട്ട് നിന്റെ വലത്തെ കാലെടുത്തു വെക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിസാരമായ സ്വർഗത്തിലേക്കാണെന്ന് മഹാനവറുകൾ വിശദീകരിച്ചു കൊടുക്കുന്നു. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശരീരത്തിന്റെ മോഹങ്ങളുടെ മുകളെ പാഞ്ഞുപോയ ഏറ്റവും വലിയ കാട്ടാള സമൂഹത്തിനോട് ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുൽ ജന്നാ യുഖാതിലൂന ഫീ സബീലില്ലാഹി വയഖ്തുലൂന വയഖ്തുലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ പ്രഖ്യാപനമാണ് ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുൽ ജന്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ അവസാനത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ദുനിയാവിൽ അവൻ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും കണ്ണീരുകൾക്കും പകരമായി കഷ്ടപ്പാടുകളില്ലാത്ത, കണ്ണീരില്ലാത്ത, ദുഃഖമില്ലാത്ത, പ്രയാസമില്ലാത്ത ഏതൊരു സത്യവിശ്വാസിക്കും കാലാകാലം വസിക്കാൻ കഴിയുന്ന അനുഗ്രഹങ്ങളുടെ രാജ്യമായ സ്വർഗമില്ലേ? ആ സ്വർഗം മുഅ്മിനീങ്ങളെ നിങ്ങൾക്കിതാ പടച്ചറപ്പ് വിച്ചിരിക്കുകയാ. അല്ലാഹു ഏറ്റവും ഒരു കച്ചവടത്തിന്റെ കഥ പറയുകയാ. ആ കച്ചവടം ഏതെന്നറിയുമോ? പരിശുദ്ധനായ റബ്ബ് പറയുകയാ, ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഇതേവരെ ഒരു മനുഷ്യന് പോലും ചിന്തിക്കാൻ കഴിയാത്ത, ഒരു കണ്ണും ഇതേവരെ കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും ഇതേവരെ കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിന് ഇതേവരെ ചിന്തിക്കാൻ കഴിയാത്ത, ആരും ഇതേവരെ കണ്ടിട്ടില്ലാത്ത സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് ഞാൻ വിറ്റിരിക്കുകയാ. ഈ പെരിന്തൽമണ്ണയിലെ റമളാൻ പ്രഭാഷണത്തിൽ ഒരിക്കൽ കൂടി ഒരു മനുഷ്യ സാഗരം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ ഓരോരുത്തരോടും വാങ്ങിക്കാൻ തയ്യാറായിക്കൊള്ളുക. അല്ലാഹു സ്വർഗം നമുക്ക് വിറ്റിരിക്കുകയാ. അവൻ കച്ചവടം ഉറപ്പിച്ചിരിക്കുകയാ. നാളെ തരാമെന്നല്ല. ഇന്നല്ലാഹ ഇസ്തറാ, അല്ലാഹു കച്ചവടം ഉറപ്പിച്ച് വിറ്റ് തന്നിരിക്കുകയാ. പക്ഷേ പടച്ചറപ്പിന്റെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടിടണ്ട. അംഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുൽ ജന്നാ. നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന നിങ്ങളുടെ സ്വന്തം ശരീരത്തെ എന്റെ സ്വർഗത്തിന് പകരമായി തന്നാൽ, നിങ്ങൾ ഏറ്റവും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സമ്പത്തിനെ എന്റെ സ്വർഗത്തിന്റെ വിലയായി തന്നാൽ, പടച്ചറപ്പ് നമ്മളോട് സ്വർഗത്തിന്റെ വിലയായിട്ട് ചോദിക്കുന്നവരാ. പൊന്നുമോനെ, ദിവസവും 5 പ്രാവശ്യം ബാങ്ക് വിളിക്കുമ്പോ 15 പ്രാവശ്യം കണ്ണാടിയിൽ നോക്കിയിട്ട് മിനുക്കുന്ന നമ്മുടെ മുഖമില്ലേ? നമ്മുടെ സുന്ദരമായി നമ്മൾ സൂക്ഷിക്കുന്ന ഈ ശരീരമുണ്ടല്ലോ, പെങ്ങളെ കാജാ കൺമശി വെച്ചിട്ട് കറുപ്പിച്ചു വെച്ചിരിക്കുന്ന നയനങ്ങളും, സുന്ദരമായി ലിപ്സ്റ്റിക് വെച്ചിരിക്കുന്ന ഈ ചുണ്ടുകളും, കളർ പൗഡർ പൂശി കൃത്രിമ ചായ മുഖത്തിയ ഈ മുഖകമ്പലങ്ങളും, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദിവസം പല പ്രാവശ്യം ജെൻസ് ബ്യൂട്ടി പാർലറിന്റെ മുകളിൽ പോയി എല്ലാ സർവ്വവിധ ഫാഷൻ പരേഡ് നടത്തിയിട്ട് നാം വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ശരീരത്തെ പടച്ചറപ്പിന് പകരം കൊടുത്ത നിങ്ങൾക്ക് ഞാൻ എന്റെ സ്വർഗം തരാമെന്ന്, ഞാൻ എന്റെ സ്വർഗം തരാമെന്ന്, ഞാൻ എന്റെ സ്വർഗം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ കൈകൾ കൊടുത്ത, ഈ കാലുകൾ കൊടുത്ത, പടച്ചറപ്പിന് വേണ്ടി ശരീരത്തെ കൊടുത്ത, പടച്ചറപ്പിന് വേണ്ടി ശരീരത്തിന്റെ രക്തമൊഴുക്കി കൊടുത്ത. അതുകൊണ്ടാണല്ലോ മൂത്തായുദ്ധത്തിന്റെ രണാങ്കണത്തിൽ തന്റെ കൈവെട്ടി മുറിക്കപ്പെട്ട് ആ കൈവിരലുകൾ താഴെ കിടന്ന് പിടയുമ്പോ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ വലത്തെ കൈയിൽ ശത്രുക്കളുടെ വെട്ടേറ്റിട്ട് വലത്തെ കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോ ഒരു ചോദ്യം മാത്രമാ, ചർമ്മത്തിന്റെ ഒരു ഭാഗം മാത്രം വേർപെട്ടാൽ ആ കൈ താഴേക്ക് വീഴുമെന്നിരിക്കെ അല്ലാഹുവിന്റെ
ദീനിന്റെ മുന്നേറ്റത്തിന് വേണ്ടി മുന്നോട്ട് കടന്നു പോകുമ്പോ താഴെ തൂങ്ങിക്കിടക്കുന്ന കൈയിന്റെ വേദന കാരണത്താല് ശരീരം പുറകോട്ട് പിടിച്ചു വലിക്കുമ്പോ ആ സമയത്തിൽ ചരിത്രത്തിലെ ഏറ്റവും ഒരു മുഹൂർത്തം പോലെ വലതുഭാഗത്ത് തൂങ്ങിക്കിടക്കുന്ന കയ്യങ്ങളെ താഴേക്ക് വെച്ചിട്ട് ആ കൈയിലേക്ക് വലത്തേക്കാല് ചവിട്ടി പിടിച്ചു മേലോട്ട് പിടിച്ചു ഒറ്റ വലി വലിച്ചിട്ട് ആ വലിച്ചു കഴിയുന്ന സമയത്ത് വലത്തേ കൈ രണാഗണത്തിൽ കിടന്ന് പിടയുമ്പോ ആ പിടയുന്ന ചെറുപ്പക്കാരാ ആ സമയത്ത് താഴെ കിടന്ന് പിടക്കുന്ന വലത്തെ കയ്യെ നോക്കിയിട്ട് യാ നഫ്സി ഇല്ലവ തുഖ്തലീത മോതി ആലാഹിയാവ് മോതി കദ സല്ലീതി അല്ലന്ദി ഇല്ലാഹി സുബ്ഹാന ദമീതി വബി സബീലില്ലാഹി മാലഖീതി താഴെ കിടന്ന് പിടക്കുന്ന സ്വന്തം ശരീരത്തെ വിരലിനെ നോക്കിയിട്ട് ഓ വിരലുകളെ എന്തിനാ പിടക്കുന്നത്, എന്തിനാ ശരീരത്തോട് നീ ഭയക്കുന്നതെന്തിനാ? ഈ വിരലുകൾക്ക് പകരം, ഈ വെട്ടിമുറിക്കപ്പെട്ട കൈവിരലുകൾക്ക് പകരം നാളെ പടച്ചറപ്പിന്റെ സ്വർഗമല്ലേ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് സ്വന്തം കൈ താഴേക്ക് കുനിച്ചു വെച്ചിട്ട് വലിച്ചെറിയാൻ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രേരിപ്പിച്ച വസ്തുതയേടാ. ഇന്നല്ലാഹ ഇസ്തറാ من المؤمنين أنفسهم وأموالهم بأن لهم الجنة. ഈ ശരീരത്തിന് പകരമായി ഈ ശരീരത്തിന്റെ ദുരാഗ്രഹത്തെ നിൽക്കുമ്പോ അതിന്റെ തൊട്ടുമുമ്പില ഈ ശരീരത്തിന്റെ തൊട്ടുമുമ്പിലാണ് നമ്മുടെ വെളിപ്പാടകലെയാണ് സ്വർഗമെന്ന് അഹമ്മദ് കബീറിന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ എവിടെ ത്യജിക്കാൻ നമുക്ക് കഴിയുന്നുവോ അവിടെയാണ് സ്വർഗം നമ്മുടെ മുമ്പിൽ പുഞ്ചിരിച്ചു നിൽക്കുക. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ഉറക്കെ അള്ളാഹുവിനാക്കി തരട്ടെ. ഉറക്കെ അള്ളാഹുവിനാക്കി തരട്ടെ. ഇത് ആമീൻ പറയാൻ വേണ്ടി മാത്രമുള്ള സദസ്സ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. നമ്മുടെ ഈ ശരീരത്തിന്റെ മോഹത്തെ പിടിച്ചടക്കി ചവിട്ടി കാലുകൊണ്ട് താഴ്ത്തി വലത്തെ കാലെടുത്തിട്ട് സ്വർഗത്തിലേക്ക് ചവിട്ടിയിട്ട് മരിക്കാൻ കഴിയണം. അവനാണ് യഥാർത്ഥ മുത്തക്കിയായ മനുഷ്യൻ. അള്ളാഹു നമ്മളെ മുത്തക്കിയാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ മുത്തക്കിയാക്കി തരട്ടെ. ശരീരം മോഹിക്കുകയാണ്. അത് നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്. മഴ കോരിച്ചൊരിയുമ്പോഴും ശരീരം കിടുകിടാ പറയ്ക്കുമ്പോഴും ഇറങ്ങി ഓടാൻ ശരീരം പറയുമ്പോഴും ആ സമയത്ത് അതിനെ പിടിച്ചു നിർത്തി 2.5 മണിക്കൂർ 3.5 മണിക്കൂർ അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാൻ ശരീരത്തിന്റെ മോഹത്തെ നമ്മൾ പിടിച്ചമർത്തി. അവിടെയാണ് ചെറുപ്പക്കാരാ സ്വർഗമിരിക്കുന്നത്. ഏത് ശരീരത്തിന്റെ മോഹം? കള്ളു കുടിക്കാനുള്ള മോഹം, പലിശ മേടിക്കാനുള്ള മോഹം, ലോട്ടറി എടുക്കാനുള്ള മോഹം, കളവ് പറയാനുള്ള മോഹം, അങ്ങനെ പല മോഹം ശരീരത്തിനുണ്ട്. ആ ശരീരത്തിന്റെ മോഹത്തെ എപ്പോൾ നമ്മുടെ കയ്യിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നു ആ സമയത്താണ് സ്വർഗം നമ്മുടെ വലതുകാലിന്റെ താഴെ വന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? സ്വർഗം നമ്മുടെ വലതുകാലിന്റെ ചുവട്ടിൽ വെളിപ്പാടകല വന്ന് നിൽക്കുന്നത് എപ്പോഴാ? സ്വർഗത്തിലേക്ക് ഒരൊറ്റ കുറുക്കു വഴിയേ ഉള്ളൂ. ഏതാ? സ്വർഗത്തിലേക്ക് ഒരൊറ്റ കുറുക്കു വഴിയേ ഉള്ളൂ. പറഞ്ഞു തരട്ടെ. മനുഷ്യന്മാരായത് സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി ലോകത്താരേലും നിങ്ങൾക്ക് പറഞ്ഞു തരുമോ? സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി ലോകത്താരേലും പറഞ്ഞു തരുമോ? സ്വർഗത്തിലേക്കുള്ള ഒറ്റ കുറുക്കു വഴിയുള്ളൂ. ഞാൻ പറഞ്ഞുതരട്ടെ. അതല്ലാതെ പിന്നെ എപ്പോഴെന്താ പറഞ്ഞു തരിക? ഏതാ സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി? ഇതാ ഇവിടെ പെരിന്തൽമണ്ണ ടൗണില് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോ ഒരു കുറുക്കു വഴിയുണ്ട്. അവിടെ നിന്ന് ആ ബൈപ്പാസിന്റെ അവിടെ നിന്ന് അതിലേ കയറി ഇവിടെ വന്നിറങ്ങാം. അതെന്താ? അത് കുറുക്കു വഴിയാ. അത്യാവശ്യം കുറുക്കു വഴിയൊക്കെ നമുക്കറിയുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് ഒരൊറ്റ കുറുക്കു വഴി ഈ സദസ്സത് ഹൃദയത്തിൽ കൊളുത്തിയിട്ട് പോകണം. പറയട്ടെ. ഇപ്പൊ കേറാന്ന് പറഞ്ഞിരിക്കുക. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى
സ്വർഗത്തിലേക്കുള്ള കുറുക്കുവടിയേടാ, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവടിയേടാ. ഹൃദയത്തിൽ കുറിച്ചിട്ടോ ചെറുപ്പക്കാരി. നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പ് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് എന്റെ ജീവിതത്തെ കുറിച്ച് കണക്ക് പറയണമെന്നുള്ള ബോധം ജീവിതത്തിൽ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ സ്വന്തം ശരീരത്തെ അതിന്റെ ഇച്ഛകളിൽ നിന്ന് പിടിച്ചു നിർത്താൻ ആർക്ക് കഴിയുന്നു? രണ്ടേ രണ്ട് കുറുക്കുവടിയാണുള്ളത്. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസത്തെ ഭയക്കുക, അതോടൊപ്പം തന്നെ സ്വന്തം ശരീരത്തെ മോഹങ്ങളിൽ നിന്ന് പിടിച്ചു നിർത്തുകയും ചെയ്താൽ ഫൈനൽ ജന്നത ഹിയൽ മഅവാ, അവന്റെ മടക്കസ്ഥാനം ജന്നത്തുൽ മഅവാ, ജന്നത്തുൽ മഅവാ, ജന്നത്തുൽ മഅവാ. ജന്നത്തുൽ മഅവാ എന്ന സ്വർഗമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആദ്യം പടച്ചറപ്പിനെ ഭയക്കണം, ആദ്യം പടച്ചറപ്പിനെ ഭയക്കണം. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവടിയേടാ, വിളിപ്പാടകളിൽ നിൽക്കുന്ന സ്വർഗത്തിലേക്ക് കയറാനുള്ള കുറുക്കുവടിയേടാ. ആദ്യം പടച്ചറപ്പിനെ ഭയപ്പെടണം. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്കല്ലേ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവന് ഒരു സ്വർഗമല്ല രണ്ട് സ്വർഗമാണ് ഞാൻ അവന് കൊടുക്കുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവന് ഒന്നുകൂടി പോരാ, ശരിയായി തോന്നുന്നു. സാധാരണ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മലക്കുണ്ടായിരുന്നു അല്ലേ? അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവന് ഒരു സ്വർഗമല്ല രണ്ട് സ്വർഗം, ജന്നത്താണ്, രണ്ട് സ്വർഗം. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അള്ളാഹു നമ്മളെ അതിൽ പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ അതിൽ പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ അതിൽ പെടുത്തട്ടെ. പക്ഷെ അള്ളാനെ ഭയക്കണം. എപ്പോ എപ്പോ ആരുടെ മുമ്പിൽ ആ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു നിൽക്കുക? ഏകനായ പടച്ചറപ്പിനെ ഭയക്കുന്നവന്റെ മുമ്പിൽ. ആർക്കാ ഭയമുള്ളത്? ആർക്കാ ഭയമുള്ളത്? ആർക്കാ അല്ലാഹുവിനെ ഭയമുള്ളത്? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏതാ ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ ഒരു കഥ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗതകാല സമൂഹമായ ബനൂ ഇസ്രായേലിന്റെ കഥ പറഞ്ഞു തരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാരെന്നറിയുമോ? ബനൂ ഇസ്രായേൽ തെമ്മാടിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. എന്റെ ഈ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ സദസ്സിനെ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് എന്തിനാ? ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചുറങ്ങുമ്പോ സ്വർഗം ഉറപ്പാക്കിയിട്ടേ തിരിച്ചറിയാൻ കഴിയാവൂ. നീ ഇതേവരെ വ്യഭിചരിച്ചവനാകട്ടെ, കള്ളു പിടിച്ചവനാകട്ടെ, പലിശ മേടിച്ചവനാകട്ടെ, ഈ ജീവിതത്തിന്റെ ആവാസത്തിന്റെ വഴികളിലൂടെ നടന്നവനാകട്ടെ, നിരാശ വേണ്ട ചെറുപ്പക്കാരാ. ബനൂ ഇസ്രായേലിൽ തെമ്മാടിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, സമ്പന്നനായ മനുഷ്യന്. അല്ലാഹു ധാരാളം സമ്പത്ത് കൊടുത്തപ്പോ ആ സമ്പത്ത് കൊണ്ട് വല്ലാതെ അഹങ്കരിച്ചു പോയ, വ്യഭിചരിച്ചിട്ട് കല്ലുപിടിച്ചുകൊണ്ട് അപരസഞ്ചാരം ചെയ്ത ബനൂ ഇസ്രായേലിലെ ഏറ്റവും തെമ്മാടിയായ ചെറുപ്പക്കാരന് ആ നാട്ടിലെ ഒരു പെണ്ണുമല്ലാത്തൊരു അത്യാവശ്യം വരുമ്പോ അവന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, പറ്റ ചെറുപ്പക്കാരാ, എന്റെ മകളിതാ പട്ടിണി കിടന്ന് മരിക്കാൻ പോവുകയാ, ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വകയില്ല, എന്നെ അല്പം ദീനാറുകൾ വന്ന് സഹായിക്കുമോ എന്ന് പറഞ്ഞ് അശരണയായ ഒരു നിരാലംബയായ പാവപ്പെട്ട തന്നെ എന്റെ മുമ്പിലേക്ക് വന്ന് കൈനീട്ടുമ്പോ ആ സമയത്ത് അയാള് പറഞ്ഞില്ല, പെണ്ണേ, നീ എന്റെ കിടപ്പറയിൽ വന്ന് എനിക്ക് ജീവിതത്തിന്റെ ചൂടും ചൂടും തന്നെ, നിന്റെ മകള് പട്ടിണി കിടന്ന് മരിക്കില്ല, എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാമെന്ന് പറയുമ്പോ അള്ളാനെ ഭയമുള്ള ആ പെണ്ണ് സ്വന്തം കുഞ്ഞു തന്റെ മുമ്പിൽ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥ ഓർക്കുമ്പോ
ആ പെണ്ണറിയാതെ സമ്മർദ്ദത്തിന് വഴങ്ങി സമ്മതിച്ചു പോയി. എന്റെ ശരീരം നിനക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എന്റെ കുഞ്ഞിന് പട്ടിണി മാറ്റാൻ ഒരൽപ്പം പൈസ തരുമോ, ഒരൽപ്പം ദീനാറ് തരുമോ? സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് തന്റെ മുമ്പിൽ അടിമപ്പെടേണ്ടി വന്ന പാവപ്പെട്ട പെണ്ണിന്റെ കടപ്പുറ ലക്ഷ്യമാക്കി പാതിരാ സമയത്ത് തെമ്മാടിയായി ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ എല്ലാവരും ഇല്ലാത്ത, എല്ലാവരും കടന്നിറങ്ങുന്ന മൂകമായ രാത്രി, ആകാശ താരകങ്ങൾ കണ്ണൊളിപ്പിച്ച രാത്രി, ഒരേ പോലെ സഞ്ചരിക്കാത്ത രാത്രി, ആ രാത്രിയിൽ ആരുമില്ലാത്ത വിജനമായ രാത്രി ചെറുപ്പക്കാരാ പെൺകുട്ടിയുടെ അടുക്കലേക്ക് കടന്നുപോയി. ബനൂ ഇസ്രായേൽ ചെറുപ്പക്കാരൻ അതേവരെ ഒരു നന്മ പോലും ചെയ്തിട്ടില്ല. തെമ്മാടിത്തത്തിന്റെ വടിയിലൂടെ നടന്നുപോയവന് ആരുമറിയാത്ത വാതിലിന്റെ നടുവ് എല്ലാ വാതിലുകളും കുറ്റിയിട്ടു, എല്ലാ ജനാലകളും തടുത്തിട്ടു. കവിതേലകീമേം സബ് ദർവാസ ബന്ദ് കർ ഡാലാ ലേകിൻ ബന്ദ് ന ഹോ ഗയി എല്ലാ വാതിലുകളും തടുത്തിട്ടു, എല്ലാ ജനാലയും കുട്ടിയിട്ടു. ഒരു പടിവ് പോലുമില്ലാതെ എല്ലാം അടച്ചു ആ സുന്ദരി പെണ്ണിന്റെ കടപ്പുറയിലോട്ട് കടന്നു പോകുമ്പോ ആ പെണ്ണിനെ പരിപൂർണ്ണ വിവസ്ത്രയാക്കി ആഗ്രഹബുദ്ധീകരണത്തിന് കടന്നു പോകുമ്പോ കട്ടിലിൽ മലന്ന് കിടക്കുന്ന പെൺകുട്ടി കിടന്ന് വിറക്കാൻ തുടങ്ങി. അവരുടെ ശരീരത്തിന്റെ കൈ വിറക്കുകയാ, അവളുടെ കാല് വിറക്കുകയാ, അവളുടെ ശരീരത്തിന് വേർപ്പ് കണ്ണങ്ങൾ ഒരുമിച്ച് കൊണ്ടുകയാ. പിടിച്ചതുപോലെ അപസ്മാരം പിടിച്ചതുപോലെ ആരുമില്ലാത്ത കുളിരുള്ള രാത്രി ആ പാവപ്പെട്ട പെണ്ണ് കിടന്ന് വിറക്കാൻ തുടങ്ങി. പെങ്ങളെ കേൾക്കുക, പെങ്ങളെ കേൾക്കുക, ആ പാവപ്പെട്ട പെണ്ണിന്റെ ശരീരം വിറക്കുകയാ. പിടിച്ചതുപോലെ അപസ്മാരം പിടിച്ചതുപോലെ ആ പെണ്ണ് കിടന്ന് വിറവിറാത്തിറക്കുമ്പോ ആഗ്രഹബുദ്ധീകരണത്തിന്റെ വികാരകാരത്തിന്റെ മൂർധന്യ ഭാഗത്തേക്ക് എത്തിയ ചെറുപ്പക്കാരൻ ചോദിച്ചു അത്രേ, എന്തേ പെണ്ണ് നിനക്ക് പറ്റിയത്? ഏത് പെണ്ണും വഴങ്ങി പോകുന്ന സമയം, ഏത് പെണ്ണിന്റെ ശരീരവും മോഹത്തെ പൂർത്തീകരിക്കുന്ന സമയം കാണാൻ മൂന്നാമതാരില്ല, വാതിൽ തുറന്നിട്ടില്ല, ജനാലകൾ തടുത്തിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗതകാല സമൂഹത്തിന്റെ ബനൂ ഇസ്രായേലിലെ പെണ്ണ് പറഞ്ഞ മറുപടി എന്താ? എനിക്കെന്റെ റബ്ബിനെ ഓർമ്മ വരികയാ, അവന്റെ കത്തിക്കാളുന്ന നരകം എനിക്ക് ഓർമ്മ വരികയാ, നാളെ ഹിസാബിനെനിക്ക് ഓർമ്മ വരികയാ, ഒരു ചാണുകളിൽ സൂര്യനുദിക്കുന്നത് എനിക്ക് ഓർമ്മ വരികയാ, വേർപ്പിൽ കുളിച്ചിട്ട് ഓടുന്നത് എനിക്ക് ഓർമ്മ വരികയാ, എനിക്ക് കബറിന് ഓർമ്മ വരികയാ, ആരുടെ മണ്ണെന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാ, എനിക്ക് കടിയില്ലെന്ന് പറഞ്ഞ് തന്റെ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മുമ്പിൽ ആഗ്രഹബുദ്ധീകരണത്തിന്റെ സമയത്ത് സ്വന്തം ശരീരം വികാരങ്ങളുടെ വേദിയേറ്റത്തിൽപ്പെടുമ്പോ ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കെന്റെ അള്ളാനെ പേടിയാ, എനിക്കെന്റെ അള്ളാനെ പേടിയാ. ആ ചെറുപ്പക്കാരൻ നടുങ്ങിപ്പോയി, ആ ചെറുപ്പക്കാരൻ നടുങ്ങിപ്പോയി. ഒരു പെണ്ണിനെ മോഹിച്ച് രാത്രിയിൽ പോയ ചെറുപ്പക്കാരൻ പേടിച്ച് വിളച്ചയാൾ താഴെ ഇറങ്ങി. ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, ഇനി ഞാൻ തന്നെ തീരാൻ എനിക്ക് തിരിച്ചു തരേണ്ട, ഞാൻ നിന്നെ ഇനി ഉപയോഗിക്കുകയില്ല. ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞ് തിരിച്ചുപോയി അത്രേ. അന്ന് ബനൂ ഇസ്രായേൽ സമൂഹത്തിനൊരു പതിവുണ്ട്, ഇതേവരെ കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഏതെങ്കിലും ഒരു ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ അന്ന് അയാളുടെ രാവിലെ ആളുകൾ എഴുന്നേൽക്കുമ്പോ അയാളുടെ വാതിലിന്റെ മുമ്പിൽ മലക്കുകൾ എഴുതി വെക്കുമത്രേ, അവൻ നല്ലവനാണെങ്കിൽ അവന് സ്വർഗമാണെന്ന് എഴുതി വെക്കുമത്രേ, അവൻ മോശമാണെങ്കിൽ ഇവൻ നരകവാസിയാണെന്ന് മലക്കുകൾ എഴുതി വെക്കുമത്രേ. അന്ന് രാത്രി ആ ചെറുപ്പക്കാരൻ പാതിരാ സമയത്ത് പടച്ചറപ്പിനെ പേടിച്ചിട്ട് കൺമുമ്പിൽ വന്ന് പെണ്ണിന്റെ ശരീരത്തിൽ നിന്നിറങ്ങിപ്പോയ ചെറുപ്പക്കാരൻ രാവിലെ സുബഹിന്റെ ഭാഗം വിളിക്കുമ്പോ ആളുകളോട് കൂടുന്ന വീട്ടിലേക്ക് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി. അയാൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അതേവരെ കല്ല് കുടിച്ച, അതേവരെ തെമ്മാടിയായി നടന്ന, ഇതേവരെ ജീവിതത്തിൽ ഒരു സുഹൃതം ചെയ്യാത്ത ആ ചെറുപ്പക്കാരന്റെ വീടിന്റെ മുൻപാകെ എഴുതി വെച്ചിരുന്നു അത്ര രാവിലെ, ഇവന് സ്വർഗാവകാശിയാണ്, ഇവൻ സ്വർഗാവകാശിയാണ്, ഇവന് സ്വർഗാവകാശിയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ റമളാൻ 29-ാം രാവിലെ നെഹ്റു സ്റ്റേഡിയത്തെ ഒരു മനുഷ്യക്കടലാക്കി മാറ്റിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള് മാറുക.
മാറുക, ചരിത്രത്തിന് വഴി മാറുക, ചരിത്രത്തിന് വഴി മാറുക. ചില ടെക്സ്റ്റൈൽസിന്റെ പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ചരിത്രം വഴി മാറും ഇവര് വരുമ്പോൾ. ആ പരസ്യം നിന്നെ നെറ്റിയിലാകട്ടെ, ചരിത്രം വഴി മാറട്ടെ. ചെറുപ്പക്കാര, ഈ നിമിഷം വരെ നീ ഒരു സുഹൃതം ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ വെച്ച് നിനക്കൊരു ബോധോദയം ഉണ്ടാകുന്നുവോ? ഇവിടെ വെച്ച് പടച്ചറപ്പിനെ പേടി വരുന്നുവോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. ഒരു സ്വർഗമല്ല, രണ്ട് സ്വർഗം കൈവെള്ളയിൽ പിടിച്ചിട്ട് ഈ സദസ്സിൽ നിന്ന് തിരിച്ചു പോകാണ്. കാരണം എന്തെന്നറിയുമോ? നിന്റെ മനസ്സിലൊരു മാനസാന്തരം ഉണ്ടാവണം. നിന്റെ ശരീരത്തിന്റെ മോഹത്തെ പിടിച്ചു നിർത്തണം. അത്യാഗ്രഹത്തിനോട് വിട പറയണം, കാമത്തോട് വിട പറയണം, കോപത്തോട് വിട പറയണം, ലോകത്തോട് വിട പറയണം, ഭാവത്തോട് വിട പറയണം. നിഷ്കർമ്മ കാമയാകരുത്, നിഷ്കാമ കർമ്മിയാവണം. നിഷ്കാമ കർമ്മിയാവണേ, നിഷ്കർമ്മ കർമ്മി നിഷ്കാമ കർമ്മിയാവണേ, നിഷ്കർമ്മി കാമിയാവരുടെ. നിന്റെ ശരീരത്തിന്റെ മോഹത്തോട് വിട പറയുക. തെറ്റ് ചെയ്തവനാണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് കരയുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചറപ്പിനോട് പറയണേ, ഇന്ന് രാത്രിയിൽ നിസ്കാരപ്പായ കുതിരണേ. നിന്റെ കണ്ണുനീർ തുള്ളി ചെറുപ്പക്കാരാ, നിസ്കാരപ്പായിലേക്ക് വീഴണേ. എന്നിട്ട് അല്ലാഹുവോട് പറയണേ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. സ്വർഗം ഒരു വെളിപ്പാട് നിൽക്കുന്നത് ആരുടെ മുമ്പിലാ? കള്ളുകുടിയന്റെ മുമ്പിൽ, പലിശക്കാരന്റെ മുമ്പിൽ. എപ്പോഴാ അവന്റെ കണ്ണിൽ നിന്ന് രണ്ടുള്ളി കണ്ണുനീര് വന്നാൽ അവൻ റബ്ബിനോട് പേടിച്ച്, അവൻ റബ്ബിനോട് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ജീവിതത്തിലേക്ക് മാറാൻ കഴിഞ്ഞാൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഈ റമളാന്റെ രാത്രി ചരിത്രമാകട്ടെ, മദീന റൗള പുളകിതമാകട്ടെ, ആത്മാവിന്റെ നായകനെ സന്തോഷിക്കട്ടെ. വഫിൽ ഖബരി ശരീഫി തറാഹു ഹയ്യ അലൈഹി യുസറു ബിഹർ റസൂൽ. കടലിന്റെ അരമാലകൾക്കപ്പുറം മദീന റൗളയുടെ ചരിത്ര പ്രസിദ്ധമായ പച്ചക്കുപ്പയുടെ താഴെ കിടന്നിട്ട് എന്റെ പ്രിയപ്പെട്ട നായകൻ എന്റെ ആത്മാവ് അങ്ങേക്ക് സമർപ്പിക്കുന്ന നബിയെ, എന്റെ ശരീരം അങ്ങേക്ക് സമർപ്പിക്കുന്ന നബിയെ, എന്റെ ആത്മാവിന്റെ, നിങ്ങളുടെ ആത്മാവിന്റെ രാജകുമാരൻ ചിരിക്കട്ടെ. ഹബീബായ നബി നമ്മളെ കാണുകയാണ്, ഹബീബായ നബി നമ്മളെ കാണുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് വിളിക്കാൻ വന്ന പ്രവാചകൻ സന്തോഷിക്കട്ടെ. ഇന്ന് രാത്രി ഈ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ചെറുപ്പക്കാരാ, നിന്റെ കണ്ണ് നിറയട്ടെ. അല്ലാഹുവിനോട് പറയുക, അല്ലാഹുവേ, കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും. കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും. ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ, ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ. അല്ലാഹുവേ അല്ലാഹുവേ, പിശാച് എന്നെ ചതിച്ചിട്ട് പലതെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ. നിന്റെ മുമ്പിൽ ഈ രാത്രി ഞാൻ കൈവന്ദിക്കുകയാണ്. പടച്ചവനെ, നീയല്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ ഞാൻ എങ്ങനെയാ ചോദിക്കുക? ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ. ഈ രാത്രിയിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ഫീ ലൈലത്തിനാ ഹാദിഹി അജ്മഈൻ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ തമ്പുരാനെ. സ്വർഗം ഒരു വെളിപ്പാട് അങ്ങനെ എത്തണമെങ്കിൽ ജീവിതത്തിൽ അറിയാതെ ശരീരത്തിന്റെ നഫ്സിന്റെ മോഹങ്ങൾക്ക് വഴിപ്പെട്ട് ചെയ്തു പോയ സർവ പാപങ്ങളും പൊറുക്കപ്പെട്ട രീതിയിൽ ഇവിടെ നിന്ന് വിട പറയാൻ കഴിയണം. ഒന്ന്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരട്ടെ. വെറുതെ ഒരു ശരീരത്തെ ചൂടുപിടിപ്പിക്കുന്ന വാക്ക് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിൽ നിന്നൊക്കെ മാറി
ഒരു കുട്ടിക്കിന്ന് മാനസാന്തരം ഉണ്ടാവുക. ഒരാളെ ഈ സദസ്സ് എനിക്ക് തരണം. ഇതേവരെ ജീവിതത്തിന്റെ ഋതുപാദങ്ങളിലൂടെ നടന്നുപോയി തെറ്റുകൾ മാത്രം ചെയ്ത ഒരാൾ ഇന്നിവിടെ നിന്ന് ജീവിതത്തിന്റെ സത്യത്തിന്റെ പാതയിലോട്ട് നടക്കണം. അവൻ നാളെ മഹിഷറയിൽ ചെല്ലണം. അവൻ നാളെ കബറിൽ കിടക്കണം. ഞാൻ ഈ സദസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നുണ്ട്. കോരിച്ചൊരിയുന്ന മഴയത്തും അഹമ്മദ് കബീർ ബാക്കവിയുടെ പ്രസംഗം കേൾക്കാൻ ഇത്രയും ജനക്കൂട്ടമോ എന്ന് ഇന്നലെ ഫേസ്ബുക്കിലൊക്കെ ആഡ് ചെയ്തവരുണ്ട്. ഞാനത് ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരാഗ്രഹമുണ്ട്. അള്ളാഹു നിറവേറ്റി തരട്ടെ. അള്ളാഹു എനിക്ക് നിറവേറ്റി തരട്ടെ. ഈ സദസ്സിൽ ഒരു കുട്ടി ഉണ്ടാവണം, ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാവണം. അവൻ ഇന്നിവിടുന്ന് കണ്ണുനീരോടെ അവന്റെ ജീവിതത്തിന്റെ തെറ്റുകളോട് വിട പറയണം. നാളെ എന്റെയും അവന്റെയും തലയുടെ മുകളിൽ ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിക്കുമ്പോ, വിയർപ്പിന്റെ മുമ്പിൽ കിടന്ന് പെടയുമ്പോ, നരകം യദൂന വൈരൻ വയദൂന തുബൂറ ആടിത്തിമിർത്ത് അട്ടഹസിച്ച് എടാ വ്യഭിചാരി വാടാ എന്ന് പറഞ്ഞ് കത്തിക്കാളുന്ന നരകം പരലോകത്തിൽ ഭ്രാന്തമായ വേഗതയോടെ പഞ്ഞു വരുമ്പോ, ആ സമയത്ത് തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിച്ചവരെവിടെ അവരെന്റെ സ്വർഗത്തിലേക്ക് പൊക്കോ എന്ന് പറയുമ്പോ, പോകുന്ന വഴിയിൽ അവൻ സ്വർഗത്തിലോട്ട് പോകുന്ന വഴിയിൽ പരിഭ്രാന്തനായി നരകത്തിന്റെ ഏതെങ്കിലും ഒരു തീച്ചൂള സ്പർശിക്കുമോ എന്നോർത്ത് കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ നിന്നാൽ, ഈ സദസ്സിലിരുന്ന് ആ കുട്ടി ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം, അല്ലാഹുവേ, ഈ മനുഷ്യനാണ് എന്നെ നല്ലവനാകാൻ പ്രേരിപ്പിച്ച വാക്ക് പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൻ എന്റെ വിരലിൽ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് അവൻ എന്നെ ശുപാർശ ചെയ്യും. അള്ളാഹു നമ്മുടെ സദസ്സിനെ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു എന്റെയും നിങ്ങളെയും അങ്ങനെ ആക്കി തരട്ടെ. നാളെ തരകത്തിലേക്ക് പോകുന്ന ഒരു വഴിയിൽ ഇവനെ നിങ്ങൾ കണ്ടാൽ അവിടെ വെച്ച് നിങ്ങൾ പറയണം, അല്ലാഹുവേ, അല്ലാഹുവേ, ഇവന്റെ വാക്കാണ് എന്നെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ ഉടമയാക്കിയതെന്ന് പറഞ്ഞ് അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരാം. അല്ലാതെ റമദാനിൽ നോമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രസംഗം എത്ര ആരോഗ്യമുള്ള ഒരു താങ്ങാൻ കഴിയുന്നത്? പിന്നെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഇതൊരു ആഡംബരമല്ല, ഇതൊരു ആത്മാവിന്റെ സ്വരമാണ്. അള്ളാഹുദിനെ നിലനിർത്തി തരട്ടെ. അള്ളാഹുദിനെ നിലനിർത്തി തരട്ടെ. അള്ളാഹുദിനെ നിലനിർത്തി തരട്ടെ. നമുക്കാവാൻ കഴിയും ചെറുപ്പക്കാരെ മനസ്സ് വെക്കുക. അള്ളാഹുനാക്കി തരട്ടെ. കുറെ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. നമുക്ക് അങ്ങനെയൊക്കെ ആവാൻ കഴിയുമോ അങ്ങനെയാക്കി തരട്ടെ. ഇത് 29-ാം രാവ്. റമദാനിന്റെ പൂനിലാവ് വിട പറയുമോ എന്നാണ് അറിയുന്നത്. നാളെ പൊന്നമ്പിളി തിങ്കൾക്കല പടിഞ്ഞാറിന്റെ നവസ്ഥലിയിൽ കാണുമോ അറിയില്ല. ഇനിയൊരു റമദാൻ വരുമോ അറിയില്ല. ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ തമ്പുരാൻ എത്ര ബാക്കി വെച്ചിരിക്കുന്നു സുനിശ്ചിതമല്ല. എല്ലാം അറിയുന്ന തമ്പുരാൻ എത്രയാണ് ആയുസിന്റെ നരിക്കത്തിന്റെ വര എന്നറിയില്ല. അള്ളാഹു നമ്മളെ എല്ലാവരെയും ആയുർദൈർഘ്യമുള്ളവരായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആയിരക്കണക്കിന് ആഗ്രഹങ്ങളുമായി ഇവിടെ ഒന്നിച്ചു ചേർന്നവർ, 1-2 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയുകയാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഇതൊരു വലിയ പ്രസംഗം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഇന്ന് ദുആയ്ക്ക് വേണ്ടി ഏറെ സമയം കാണേണ്ടതുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ ഒന്നുറപ്പാണ്, നിങ്ങൾ കൽബിൽ വരച്ചു വെച്ചോളി. ഇന്ന് ഞാൻ വഴിയോരത്തിരിക്കുമ്പോ മാരായ മംഗലത്തുനിന്നൊരു സഹോദരൻ, അയാൾ ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, മാരായ മംഗലത്ത് 6666 രൂപ നിയ്യത്ത് ചെയ്ത് തന്നതാ. 11 വർഷമായി കുട്ടികളില്ല. ഭാര്യ ഇപ്പൊ 3 മാസം ഗർഭിണിയാണ്. അള്ളാഹു നൽകട്ടെ. അവസാനം സൂറത്തുൽ ഇഖ്ലാസ് ഓതി നമ്മൾ ദുആ ചെയ്യും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു നല്ല ആഗ്രഹം മനസ്സിൽ വെച്ച് ഈ സംഘാടകർ പക്കച്ചുമായിട്ട് വരും. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും ഒരർഹമായ സദഖ, പടച്ചവനെ, ഈ 29-ാം രാവ് അല്ലാഹുവേ, ഞാൻ എൻ്റെ മനസ്സിൽ ഒത്തിരി പ്രയാസങ്ങളുണ്ട്, അതെല്ലാം നീ എനിക്ക് മാറ്റി തരണേ തമ്പുരാനെ എന്ന ആഗ്രഹത്തോടെ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഒരാൾ പോലും ഒഴിവാകരുത്, സദഖ നൽകണം. പ്രസംഗം നല്ല ടോപ്പ് കയറി പോകും, മനുഷ്യനെ പേടിപ്പിക്കണം. ബക്കറ്റുമായിട്ട് വന്ന് ഇവിടെ ഒരു നല്ല ആഗ്രഹം മനസ്സിൽ വെച്ച് അള്ളാഹു സ്വീകരിക്കുമാറാകും. എൻ്റെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് ഞാൻ സദഖയാണ്, അള്ളാഹു സ്വീകരിക്കും. എൻ്റെ ആഗ്രഹം മറ്റൊന്നുമല്ല, എൻ്റെ പ്രിയപ്പെട്ട പിതൃസ്വാത്സല്യം നൽകുന്ന സുഹൃത്ത് ഇബ്രാഹിം സാഹിബ്, അദ്ദേഹം സദസ്സിലുണ്ട്. അദ്ദേഹത്തിന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുക. അദ്ദേഹത്തിന്റെ ഉമ്മയ്ക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കും. ആ ഒരു ആഗ്രഹത്തോടെയാണ് എൻ്റെ സദഖ. കാരണം എൻ്റെ എല്ലാ ദുഃഖത്തിലും എൻ്റെ എല്ലാ സുഖത്തിലും പങ്കാളിയാകുന്ന
പിതൃവാത്സല്യം എനിക്ക് നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ബഹുമാനനായ ഇബ്രാഹിം ഹാജി സാഹിബ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി നൽകുമാറാകും. എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കണം. ബഹുമാനരായ സയ്യിദന്മാർ അല്ലാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാവരും അവിടെ തന്നെ ഇരുന്നോളി. പെട്ടെന്ന് ബഹുമാനരായ സയ്യിദന്മാർ നമ്മളോട് യാത്ര പറയുകയാണ്. ബഹുമാനായ ബഷീർ അലി തങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ സദസ്സിലെത്തിയ ബഹുമാനായ മുഈൻ അലി ശിഹാബ് തങ്ങൾ അല്ലാഹു ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഈ സമുദായത്തിന് നേതൃത്വം നൽകേണ്ട തിരി വിളക്കുകളാണ്. അല്ലാഹു അതിന് അവസാനം വരെ എല്ലാവിധ വെളിച്ചവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി, ഇങ്ങോട്ട് പോയിക്കോളി. ബക്കറ്റൊക്കെ നിശബ്ദമായിട്ട് പോയി. ഇത്രയും 10,000 ഒരുമിച്ച് കൂടിയിട്ടും ഇത്രയും നിശബ്ദമായൊരു സദസ്സ് അതിവിടെ വേറെ ഒരു ഉണ്ടാവും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സഹോദരങ്ങളും അല്ലാഹുവേ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഏതാഗ്രഹങ്ങളും വന്നെത്തിയിട്ടാണോ ഈ റമളാന്റെ അവസാന രാവ് അല്ലാഹുവേ സദഖ ചെയ്യുന്ന സഹോദരങ്ങൾ അവരുടെ ഹൃദയങ്ങൾ അറിയുന്നവനേ തമ്പുരാനെ. യഅലമു ഖായിനത്തുൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. എല്ലാ പ്രയാസങ്ങൾ അറിയുന്നവനേ തമ്പുരാനെ. നീറുന്ന നെഞ്ചകത്തിന്റെ നിതാന്ത വേദനകൾ അറിയുന്നവനേ തമ്പുരാനെ. അല്ലാഹുവേ ഏതാഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണോ ഈ ബക്കറ്റിലേക്ക് സംഭാവനകൾ നിക്ഷേപിക്കുക, നീ അതെല്ലാം സബലീകരിക്കണേ അല്ലാ. അതുകൊണ്ട് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മരണത്തിന് മുമ്പ് സ്വർഗം നമ്മുടെ കൺമുമ്പിലെത്തി നിൽക്കണമെങ്കിൽ, ഒരു വെളിപ്പാടകരെ സ്വർഗത്തിലോട്ട് കടന്നു പോകണമെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടതല്ല ഈ ജീവിതത്തിന്റെ ഇന്നലകളിൽ പൈശാചിക ദുർബോധനങ്ങളെ അടിമപ്പെട്ട് ഏതെങ്കിലും തെറ്റുകളെങ്ങാനും ചെയ്തു പോയാ സർവ പാപങ്ങളും പുറത്തു മാപ്പാകൂ. അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചിട്ട് മടങ്ങി പോകണേ, ഇല്ലെങ്കിൽ ഖബർ വിശാലമാവില്ല. ഈ ഒരു പാപമെങ്ങാനും ബാക്കി നിന്നാൽ പൊന്നുമക്കളെ ഖബർ രക്ഷപ്പെടില്ല, ഹിസാബ് രക്ഷപ്പെടില്ല, സിറാത്ത് കടന്നു പോയില്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം എത്തുകയില്ല. അതായിബു മിനൽ ദംബി കമല്ലാ ദംബല. തെറ്റുകൾ ചെയ്തിട്ട് പശ്ചാത്തപിച്ചവൾ തെറ്റ് ചെയ്യാത്തവനെ പോലെ നിഷ്കളങ്ക മാനസത്തിന്റെ ഉടമയാണ്. ചെറുപ്പക്കാരെ കഴിയുന്നില്ല. ഏത് അധപതനത്തിലൂടെ കടന്നുപോയ ഹോട്ടലിന്റെ പിന്നാപുറങ്ങളിൽ ചികിത്സ വിളിക്കുന്ന ഗ്ലാസുമായി അഭിരമിച്ചു പോകുന്ന സിനിമാ കോട്ടകളിലെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സമയങ്ങൾ മാറ്റിവെക്കുന്ന പാതിരാ സമയത്ത് അന്യന്റെ പെണ്ണുമായി കിടപ്പറ പങ്കിട്ടു പോയ അനേകായിരം തെറ്റുകൾ, അനേകായിരം അപരാധങ്ങൾ. എന്തേ ചെറുപ്പക്കാരെ ഒരു തീരുമാനമെടുത്തുകൂടെ? ഇന്നത്തെ രാത്രി ആയുസിന്റെ പ്രധാന രാത്രിയായിക്കൂടെ? എന്തേ നിങ്ങൾ ചിന്തിക്കുന്നില്ല? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ വാവിട്ട് നിലവിളിച്ചപ്പോഴാ രണ്ടവസരത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ നിലവിട്ട് കൊട്ടിക്കരഞ്ഞത്. ഒന്നെപ്പോഴെന്നറിയുമോ? അവിടുത്തെ ജീവിതത്തിന്റെ താങ്ങായി, തണലായി, ആശയായി, പ്രത്യാശയായി, ഒരു വലിയ ചുമട് താങ്ങിയായി നിന്നുപോയ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ബഹുമാനപ്പെട്ട ബീബി ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായപ്പോ പ്രിയപ്പെട്ട ഖദീജ വിട പറഞ്ഞ് വിയോഗം പറഞ്ഞു കിടക്കുമ്പോ ഒരു ദുഃഖാത്തനായ ഭർത്താവിനെ പോലെ സ്വന്തം ഭാര്യയുടെ മയ്യത്തിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞില്ലേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ? പെങ്ങളെ, പിന്നീട് ഖദീജ
ഖദീജ ബീവിയുടെ വിയോഗാനന്തരം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്നറിയോ? നാളെ സ്വർഗ്ഗത്തിലൊരു മണിമാളികയുണ്ട്. ആ മണിമാളിക ആർക്കെന്നറിയോ? ഖദീജ ബിന്തു ഖുവൈലിദ്. അതെന്റെ ഖദീജക്ക, അതെന്റെ ഖദീജക്ക, അതെന്റെ ഖദീജക്ക. സ്വർഗ്ഗത്തിന്റെ മണിമാളിക വിലക്ക് വാങ്ങിയ ഖദീജ റളിയല്ലാഹു തആല അൻഹാ. രണ്ടാമത് ഹബീബായ നബി നിങ്ങൾ പൊട്ടിക്കിടന്നതെന്നറിയോ? ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പ ഹംദത്തുൽ ഖറാർ ഇസ്ലാമിന്റെ ചീറ്റപ്പൂര്, ഇസ്ലാമിന്റെ ചീറ്റപ്പൂര്, ഇസ്ലാമിന്റെ ചീറ്റപ്പൂര് ഹബീബായ നബിക്ക് സംരക്ഷണത്തിന്റെ വിദ്യുത് കൊടുത്ത കൽവാലയത്തിന്റെ മത്താവിലിരുന്നു കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലേക്ക് വില്ലിന്റെ ചാട് വെച്ചിട്ട് അടിച്ചിട്ട് തല പൊട്ടിച്ചില്ല അബൂജഹല്. ഹബീബായ നബിയുടെ തലയിലേക്ക് അമ്മിന്റെ വില്ലുകൊണ്ട് ഹബീബായ നബിയുടെ തല അടിച്ചു പൊട്ടിച്ചിട്ട് കൽവാലയത്തിന്റെ മത്താവിൽ ചോര വാന്നിട്ട് കിടക്കുകയാ. എന്റെയും നിങ്ങളുടെയും നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോര ഒലിപ്പിച്ച് കിടക്കുന്ന പ്രവാചകനെ താങ്ങിയെടുക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാതിരിക്കുമ്പോ ആ സമയത്താണ് നായാട്ടും കിടഞ്ഞ് വില്ലും പിടിച്ചുകൊണ്ട് ഹംസ വരിക. അന്ന് ഹംസ മുസ്ലിമായിട്ടില്ല. ആടിനെ വെച്ചുകൊണ്ട് നടന്ന അറബി പെണ്ണ് പോയിട്ട് ഹംസയെ തടഞ്ഞു നിർത്തിയിട്ട്, ഹംസ നിന്നെ പോലെയുള്ള വീരകേസരികൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നിരപരാധിയായ പാവപ്പെട്ട ഒരു മനുഷ്യന്, ഒരു പാവപ്പെട്ട മനുഷ്യനെ തലവെട്ടിച്ചിട്ട് കവാലയത്തിന്റെ മത്താവിൽ വലിച്ചെറിഞ്ഞത്. ഹംസ നിനക്കൊന്നും നാണമില്ല ഹംസ. ആരാ പെണ്ണേ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോ നിന്റെ മുഹമ്മദിന്റെ തല പൊട്ടിച്ചിട്ട് അബൂജഹല് കൈവാലയത്തിന്റെ മത്താവിൽ വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞപ്പോ ഓടിച്ചെന്നതിന്റെ കയ്യിലിരിക്കുന്ന വില്ലുകൊണ്ട് കൈവാലയത്തിന്റെ മത്താവിൽ പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന അബൂജഹലിന്റെ കരുത്തിലേക്ക് തന്റെ വില്ലെടുത്തിട്ട് കൊലച്ചിട്ട് അബൂജഹലിന്റെ തലയുടെ രണ്ട് ഭാഗത്ത് അടിച്ചു പൊളിച്ചിട്ട് ഹംസ പറഞ്ഞില്ലേ, ആരടാ എന്റെ പ്രിയപ്പെട്ട മുഹമ്മദിനെ തല്ലിയടിച്ചത്? ഞാനവന്റെ ദീനിനല്ലെങ്കിലും ആരാണടാ നിരപരാധിയായ മുഹമ്മദിനെ തല പൊട്ടിച്ചു വലിച്ചെറിഞ്ഞ് എന്ന അബൂജഹലെ കേട്ടുകൊള്ളുക. മുഹമ്മദ് എന്റെ ദീൻ ഇന്ന് മുതൽ മുഹമ്മദിന്റെ ദീനാ. കൽവാലയത്തിന്റെ മത്താവിലെ തലപൊട്ടി ചോരയൊടുക്കുന്ന ഹബീബായ നബിയെ തന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് താങ്ങിയെടുത്തിട്ട് അബൂജഹലിന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു പറഞ്ഞ ഈറ്റപ്പുലി ഹംസ, ഇസ്ലാമിന്റെ ചീറ്റപ്പുലി ഹംസ, സയ്യിദ് ശുഹദാഇ ഹംസ. ലോക ചരിത്രത്തിന്റെ രക്തസാക്ഷികളുടെ നേതാവെന്നറിയപ്പെട്ട സ്വർഗത്തിലെ രക്തസാക്ഷികളുടെ നേതാവായ ലോക ചരിത്രത്തിന്റെ അന്ന് മുതൽ ഇന്നേ വരെ രക്തസാക്ഷികളാക്കപ്പെട്ട അമ്മാർ ഇബ്നു യാസിറിന്റെയും അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിന്റെയും ജഅഫർ ഇബ്നു അബീ താലിബിന്റെയും യുദ്ധത്തിന്റെ ഷഹീദ് സയ്യിദ് ഇബ്നു ഹാരിസയുടെയും അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെയും ആയിരക്കണക്കിന് സഹാബത്തിന്റെ പിന്നീട് വിലായത്തിന്റെ മാർഗത്തിൽ കശാപ്പ് ചെയ്യപ്പെട്ട കരയിറക്കപ്പെട്ടവര് ശരീരം കൊയ്യപ്പെട്ടവരും അടക്കമുള്ള ഫലസ്തീനിന്റെ മണ്ണിൽ കൈകാലുകൾ വെട്ടിയടക്കപ്പെട്ട ഇസ്മായിൽ അബൂദുറയടക്കമുള്ള ഫാത്തിമാവിന്റെ ജഹിഷാനടക്കമുള്ള ആയിരക്കണക്കിന് ഇസ്ലാമിന് വേണ്ടി ശരീരത്തിന്റെ ശരീരഭാഗങ്ങൾ ഇസ്ലാമിന് വേണ്ടി കൊടുത്ത ശഹീദുകൾ മുഴുവനും നാളെ സ്വർഗത്തിൽ ആരുടെ പുറകിലാണ് കൊടിപിടിച്ചിട്ട് വരിക? സയ്യിദ് ശുഹദാഇ ഹംസ, സുഹദാക്കളുടെ നേതാവായ ഹംസ. അവിടെ നിന്നിട്ട് പ്രവാചകനോട് പറഞ്ഞില്ല നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പിന്നീട് ഹിജറ പോയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സർവ്വതും ത്യജിച്ചിട്ട് ഹിജറ പോയ ഹംസ മദീനയിൽ ശൂരന്മാർ ആക്രമണത്തിന് വരുമ്പോ ആ സമയത്ത് പ്രവാചകന്റെ പ്രതിരോധത്തിന്റെ കനൽപ്പിത്തി കിട്ടിയ ഹംസ ബദർ യുദ്ധം നടക്കുമ്പോ സഹാബത്തിന് വെള്ളം കുടിക്കാൻ വെച്ചിരിക്കുന്ന കിണറിലേക്ക് അസ്വദ് വന്നിട്ട് ഞാൻ ഈ കിണറ്റിന് വെള്ളത്തിന് വിഷം കലക്കുമെന്ന് പറഞ്ഞപ്പോ നെഞ്ചും വിരിച്ചു കണ്ട് ആരുണ്ടടാ എന്ന് ചോദിച്ചു ചാടിയിറങ്ങിയ ഹംസ, നടര് പോലെ നടന്ന ഹംസ, ജീവിതത്തിന്റെ താങ്ങായ ഹംസ, ഉലകത്തിന്റെ രണാങ്കണത്തിന് ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട പ്രതിരോധത്തിന്റെ കാവൽപടൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വൃക്ഷത്തിന്റെ പുറകിൽ ഒളിച്ചു നിന്നിട്ട് ചാട്ടുളിയെറിഞ്ഞിട്ട് കൊന്നില്ല വഹ്ശി. ആ വഹ്ശി പെടന്ന് വീടുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ വൃക്ഷത്തിന്റെ പുറകിൽ ഒളിച്ചു നിന്നിട്ട് ചാട്ടുളി വലിച്ചെറിയുമ്പോ നെഞ്ചിലേക്ക് തുളച്ചു കയറി ഹംസ റളിയല്ലാഹു തആല ഉലകത്തിന്റെ രണാങ്കണത്തിന് പെടന്ന് വീട്
കയറിയിരുന്നിട്ട് ചങ്ക് വലിച്ചു കൊളിച്ചിട്ട് കുട്ടന്മാരെ വെളിയിലോട്ട് വലിച്ചു ചാടിച്ചിട്ട് അവസാനം ഉഹദ് യുദ്ധം കഴിഞ്ഞ് നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയുടെ കൊത്തിപ്പറിച്ചതുപോലെയുള്ള മൃതദേഹം കണ്ട് പൊട്ടിക്കരഞ്ഞു പോയില്ലേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം കൊച്ചാപ്പയുടെ മൃതദേഹത്തിന് മുമ്പ് വിലാപത്തിന്റെ കന്മതിൽ തീർത്ത പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആരായൻ ഹംസയെ കൊന്നതെന്ന് തോന്നിച്ചപ്പോ സുബൈർ ബിൻ മുത്തീമിന്റെ അടിമയായ വഹിസിയാണ് നബിയെ, വഹിസിയാണ് നബിയെ. തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയുടെ മയ്യത്തിന്റെ മുമ്പിൽ ഹബീബായ നബി തങ്ങളെ രണ്ടാമത് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പിന്നീട് ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വഹിഷ് വന്നിട്ടില്ല. അവസാനം 13 വർഷത്തിന് ശേഷം മക്കാരാജ്യം മുഴുവനും തന്റെ അടുക്കലേക്ക് വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക പിടിച്ചടക്കുമ്പോ വിശാലമായ വിഷയമാണ് ഞാൻ ചുരുക്കി പറയുകയാ. ആ സമയത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മക്കാരാജ്യം പിടിച്ചടക്കുമ്പോ തന്റെ കൊച്ചാപ്പയെ കൊന്നതിന് പകരം മുഹമ്മദ് തന്നോട് പ്രതികാരം ചോദിക്കുമെന്ന് പറഞ്ഞ് നാട് വിട്ടോടിയില്ല വഹിഷ്. ഓട്ടത്തിന്റെ ഇടയിലല്ലേ മക്കാ ഖുറൈശികളെ കണ്ടത്. എങ്ങോട്ടാ വഹിഷി ഓടുന്നത്? എങ്ങോട്ടാ? മുഹമ്മദ് മക്ക പിടിച്ചടക്കി ആ മുഹമ്മദിന്റെ മുമ്പിൽ പോയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചാപ്പിയുടെ വധത്തിന് പകരമായി എന്റെ മുഹമ്മദ് കൈകാലി വെട്ടിയെറിയപ്പെടുമെന്നോട്ടില്ല ഞാൻ ഓടുന്നതെന്ന് വഹിഷി പറയുമ്പോ ആ സമയത്ത് മക്കക്കാര് പറഞ്ഞില്ല, ഇല്ല വഹിഷില്ല, മുഹമ്മദ് മാന്യനാണ്, മാന്യനാണ്, അയാൾ ഒരു മനുഷ്യനോട് പ്രതികാരം ചോദിച്ചിട്ടില്ല, എല്ലാവർക്കും അഭയം നൽകിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ പോയി നബിയോട് വിവരം പറഞ്ഞില്ലേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ല, വഹിഷിയോട് വരാൻ പറ, ആ വഹിഷിക്ക് ഞാൻ മാപ്പ് കൊടുക്കാമെന്ന് പറ. ആ സമയത്ത് സഹാബത്ത് ചെന്ന് വഹിഷിയോട് പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങള് വഹിഷി അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നുവാ. ആ സമയത്തല്ലേ അല്ലാഹുവിന്റെ കുടൽമാരെ പിച്ചിച്ചീന്ത വഹിഷി പറഞ്ഞത്, ഇല്ല ഇല്ല, ഇസ്ലാമിലേക്ക് ഞാൻ വരില്ല. കാരണം എന്താ? മുഹമ്മദ് പഠിപ്പിക്കുന്നത് എന്താ? വിശുദ്ധമായ ഖുർആൻ പറയുന്നതെന്താ? ഒരാൾ അന്യായമായിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, എനിക്കിത് രണ്ടുമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, എനിക്ക് മറ്റൊരു തന്റെ ചോരയിൽ മുക്കി കൊല്ലണം, എന്റെ ചാത്തുളി എപ്പോഴും നനയണം, എപ്പോഴും എനിക്ക് വ്യഭിചരിക്കണം, അതുകൊണ്ട് ഞാൻ ഇസ്ലാമിലേക്കില്ലെന്ന് പറയുമ്പോ ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ വീണ്ടും പറഞ്ഞു വിട്ടില്ലേ, വഹിഷിയോട് പറഞ്ഞു കൊടുക്ക്, അവൻ വ്യഭിചരിച്ചാലും കുഴപ്പമില്ല, നിരപരാധിയെ കൊന്നാലും കുഴപ്പമില്ല, ഇല്ല من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. വ്യഭിചരിച്ചാൽ കുഴപ്പമില്ല, നിരപരാധിയെ കൊന്ന കുഴപ്പമില്ല, അല്ലാഹു ഇതെല്ലാം പുറത്തു കൊടുക്കും. എപ്പോഴെന്നറിയുമോ? അല്ലാഹുവിനോട് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അതിനുശേഷം സൽക്കർമ്മം ചെയ്ത് ജീവിച്ചാൽ അല്ലാഹു മുൻകഴിഞ്ഞു പോയ അപരാധങ്ങൾ പുറത്തു തരുമെന്ന് പറയണേ വഹിഷി. ആ സമയത്ത് വഹിഷി പറഞ്ഞിടെന്താ, ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല, പശ്ചാത്തപിച്ചിട്ട് പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനോ കള്ളു കുടിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇസ്ലാമിലേക്കില്ല, ഒരു നിരപരാധിയെ കൊന്നവനാണ് ഞാൻ, അല്ലാഹു എനിക്ക് പുറത്തു തരില്ലെന്ന് വഹിഷി പറയുമ്പോ മൂന്നാമത് അതിവിന്റെ നിറകുടമായ നബി മുഹമ്മദ് മുസ്തഫ ആർദ്രതയുടെ പ്രവാചകനെ, വിട്ടുവീഴ്ചയുടെ പ്രവാചകനെ, സഹാനുഭൂതിയുടെ പ്രവാചകനെ അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറഞ്ഞു കൊടുത്തില്ല വഹിഷിയോട് പറ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊഴിച്ചിട്ടുള്ള ബാക്കി സർവ്വ പാപങ്ങളും അവൻ പുറത്തു കൊടുക്കും.
അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാ. മഹിഷിയോട് വരാൻ പറയുന്നു പറയുമ്പോ ആ സമയത്ത് മഹിഷി പറഞ്ഞ മറുപടി എന്താ? മുഅ്മിനീങ്ങളെ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർ ഞാൻ പെടുമെന്ന് എന്താ ഉറപ്പുള്ളത്? അല്ലാഹു അക്ബർ. വഹിഷി ചോദിച്ചു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്ത പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നല്ലേ അള്ളാഹ് പറഞ്ഞത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരിൽ വഹിഷിപ്പെടുമെന്ന് എന്താ ഉറപ്പുള്ളത്? ഞാൻ ഹംസയെ കൊന്നവനാണ്, ഞാനൊരു നിരപരാധിയുടെ രക്തം കുടിച്ചവനാണ്. ചിന്തിക്കും മുഅ്മിനീങ്ങളെ, ചിന്തിക്കും. ഒരു പുതിയ ജന്മത്തിന് തയ്യാറെടുക്കുക. സ്വർഗം നമ്മുടെ കൺമുമ്പിലെത്തട്ടെ. വഹിഷി ചോദിച്ചു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുമെന്നല്ലേ അള്ളാഹു ഉദ്ദേശിക്കുന്നവരിൽ വഹിഷിപ്പെടുമെന്ന് എന്താ ഉറപ്പുള്ളത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഒരു ആയത്ത് ഓതി കേൾപ്പിച്ചു. നമ്മുടെ പ്രത്യാശ അവിടെയാണ്, നമ്മുടെ പ്രതീക്ഷ എവിടെയാണ്? അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, കേക്കിൽ ഒരായത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. അവിടെയാണ് നമ്മുടെ പ്രതീക്ഷ. ഈ റമളാന്റെ അവസാന രാവിലെ സ്വർഗം നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവിടെയാണ്. അള്ളാഹു പ്രതീക്ഷ സ്ഥാനത്താക്കാതിരിക്കട്ടെ. قل يا عبادي الذين أسرفوا على أنفسهم لا قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. كل نبي വഹിഷിയോട് പറഞ്ഞു കൊടുക്ക്, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചവരോട് പറയൂ നബിയേ, സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു മഹാപാതകം ചെയ്തവരോട് പറയൂ നബിയേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിരാശരാവരുതെന്ന്, അവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന്. വല്ലാഹു ഗഫൂറുർ റഹീം. ഏത് പാപം ചെയ്താലും പടച്ചറപ്പ് പുറത്തു കൊടുക്കുന്നവരാണെന്ന് പറയും നബിയേ. വഹിഷിയുടെ മുമ്പിൽ ഈ ആയത്തിലേണ്ട താമസം അന്താറതിയല്ലാഹുവിന്റെ കൊണ്ടൽമാല പൊട്ടിച്ചു തറിയ വഹിഷി പൊട്ടിക്കരഞ്ഞില്ലേ മുഅ്മിനീങ്ങളെ? ഹബീബായ നബിയുടെ ചാരത്ത് ചെന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹബീബായ നബിയോട് പറഞ്ഞില്ല നബിയേ, എല്ലാ പാപങ്ങളും പടച്ചറപ്പ് പുറത്തു തരുമെങ്കിൽ ഞാനിതാ വന്നു യാ റസൂലുള്ളാഹ്. വഹിഷിക്ക് പോലും മാപ്പ് കൊടുക്കപ്പെട്ടെങ്കിൽ ചെറുപ്പക്കാരെ വിട പറയുക, ഇന്നലെ രാവിലെകളോട് വിട പറയുക, ഇതേവരെയുള്ള ആയുസിനോട് വിട പറയുക. പടച്ചറപ്പിന്റെ റഹ്മത്തിലേക്ക് നടന്നു നീങ്ങുക, പടച്ചറപ്പിന്റെ റഹ്മത്തിലേക്ക് നടന്നു നീങ്ങുക. അല്ലാഹുവേ, ഞാൻ ചെയ്ത പാപങ്ങൾക്ക് വിട, ഞാൻ ചെയ്ത ദോഷങ്ങൾക്ക് വിട, ഇനി ഞാനൊരു പുതിയ മനുഷ്യനാണ് റബ്ബേ. അല്ലാഹുവേ, അല്ലാഹുവേ, ദേഹവിയോഗം നടക്കുമ്പോ, മരണാസന്നനായി ഞാൻ കട്ടിലിൽ കിടക്കുമ്പോ എന്നെ സ്വർഗം കണ്ട് മരിപ്പിക്കണേ അല്ലാ. ആറടി മണ്ണിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോ, ആറടി മണ്ണിലേക്ക് എന്നെ നടത്തിക്കൊണ്ടുപോകുമ്പോ, രാവിലെയും വൈകുന്നേരവും കബറിൽ വെച്ച് സ്വർഗം കാണിക്കപ്പെടുന്ന മുത്തക്കീങ്ങളിൽ അല്ലാഹുവേ നീ എന്നെ പെടുത്തണേ അല്ലാ എന്ന് വിചാരിച്ച് പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങുക. എപ്പോഴാണ് നടന്നു നീങ്ങേണ്ടത്? വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹുവിനെ ഭയന്ന് ശരീരത്തെ ഒന്ന് പിടിച്ചു നിർത്തി സ്വർഗയാത്രയ്ക്ക് തയ്യാറെടുക്കുക. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. ഈ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. ഇന്ന് വിടർന്ന് നിന്ന്
നാളെ കൊഴിഞ്ഞു വീഴുന്ന ഒരു പൂവിനെ പോലെ വിടർന്നു നിന്ന് നാളെ കൊഴിഞ്ഞു വീണ് കരിഞ്ഞു അമർന്ന് അവസാനം ആരടി മണ്ണിലേക്ക് പോകുമ്പോ ഇന്നലെ നിർത്തിയെത്തുന്ന വീണ്ടും കണ്ടിന്യൂ ആവുകയാണ്. മഹിസറയിലേക്ക് എഴുന്നേൽക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോവില്ലേ സഹോദരങ്ങളെ, പോവില്ലേ സഹോദരങ്ങളെ. എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു വാഹനാപകടം നടന്നു. 1.5 വയസ്സുള്ള പൊന്നുമോൾക്ക് മുത്തം കൊടുത്ത് രാവിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വാഹനത്തിൽ കയറിയ വീട്ടമ്മയാണ്. ട്രാൻസ്പോർട്ട് ബസ്സും പ്രൈവറ്റ് ബസ്സും കൂട്ടിയിടിച്ചു. മൃതശരീരങ്ങൾ ചിതറിത്തെറിച്ചു. MC റോഡിൽ ഓടി ചെല്ലുമ്പോൾ കാണുന്നത് 1.5 വയസ്സുള്ള മോള് എവിടെയാണോ മുത്തം കൊടുത്തത്, ആ മുത്തം കൊടുത്ത മുഖത്തിന്റെ മുകളിലൂടെ ബസ്സിന്റെ ടയറുകൾ കയറിയിറങ്ങി റോഡിലേക്ക് ചതഞ്ഞെറിഞ്ഞു പോയ മൃതദേഹം അവൾ അറിഞ്ഞില്ലല്ലോ. ഇതെന്റെ അവസാനത്തെ യാത്രയാണെന്ന്. അള്ളാഹു നമ്മുടെ അവസാന യാത്ര നന്നാക്കി തരുമാറാകട്ടെ. അതിനുള്ള ഉപാധികളാണ് പറയുക. അള്ളാഹു നമ്മുടെ അവസാന യാത്ര നന്നാക്കി തരട്ടെ. അള്ളാഹു അവസാന യാത്ര നന്നാക്കി തരട്ടെ.